ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സാൽമനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഞാനും കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയാണ് ഈ ഒരു മീനിന്, സാൽമൺ എന്ന് പറയുന്ന മീനിന്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ഈ സാൽമണിൻ്റെ റേറ്റ് കേട്ടിട്ട് എനിക്ക് ഇതുവരേക്കും മേടിക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ സാൽമൺ കണ്ടപ്പോൾ എനിക്ക് തോന്നി 2025 കഴിയാൻ പോവുക. ഇനി 2026, 2027, ഇനി ഓരോ വർഷങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ, കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമുക്ക് ചെയ്തു തരും. അപ്പം ഞാൻ വിചാരിച്ചു 2025 കഴിയാൻ പോവാണ്. എന്നാൽ വർഷങ്ങളായിട്ട് ഈ സാൽമൺ എന്ന് പറയുന്ന ഫിഷിനെ കുറിച്ച് അറിഞ്ഞ കാലം തൊട്ടുള്ളൊരു ആഗ്രഹമാണ് ഇത് കഴിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 2025 അവസാനത്തോടു കൂടി സാൽമൺ ഞാൻ കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സാൽമൺ വാങ്ങിച്ചു കേട്ടോ. സാൽമൺ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇച്ചിരി ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഞാനൊരു 500 ഗ്രാംസ് സാൽമണാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ നമ്മുടെ ഇവരുടെ പോലെ ഈ ജർമ്മൻകാരുടെ രീതിയിലൊന്ന് ഗ്രില്ല് ചെയ്ത് കഴിച്ചു നോക്കി. പക്ഷെ അത് എനിക്ക് വലിയ വാവ് എന്ന് പറയുന്ന ഇഫക്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ പക്ക മലയാളി ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി ഉപ്പും എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു എന്നാ നല്ല കുടംപുളി ഇട്ടെങ്കിൽ സാൽമൺ വെച്ചാലോ ഇത്. അപ്പം കുടംപുളി ഇട്ട് വെക്കണ സാൽമനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടതെന്ന് നോക്കാം. നമ്മുടെ താരം സാൽമൺ ഞാനിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ആരെ പറയും, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക് ഇല്ലാത്തൊരു കറി എനിക്കില്ല. കാരണം വറ്റൽമുളക് ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. പിന്നെ ഇത് സബോള കുനുകുന്ന് അരിഞ്ഞെടുത്തതാണ്. കാരണം ഉള്ളി ഇല്ലാത്തതുകൊണ്ട്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറിയിൽ ഉള്ളി ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ആ ഒരു മണവും സബോളയ്ക്കില്ല കേട്ടോ. എന്നാലും ഉള്ളിയില്ല, അപ്പം സബോള വേണമല്ലോ. പിന്നെ കായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കായത്തിൻ്റെ ഒരു പൊച്ചിരി നുള്ളിൽ മേമ്പൊടി ചേർക്കാമെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്, പ്രത്യേക ഒരു മണമാണ് അതിന് കായം. പിന്നെ കുടംപുളി ഇട്ട് വെച്ച കറിയാണല്ലോ. അപ്പോൾ കുടംപുളി ഞാൻ വെള്ളത്തിൽ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ജാമിൻ്റെ ഉപ്പിലാണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി, ഉലുവ, ഫിഷ് മസാല. ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഫിഷ് മസാലയൊക്കെ ഗ്രീൻ മൗണ്ടിൻ്റെ ആണ് കേട്ടോ. ഗ്രീൻ മൗണ്ടിൻ്റെ മസാലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പഴമയുടെ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു പഴമയുടെ മണമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ആ ഒരു മണം വരുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മുമ്മയൊക്കെ വെച്ച് തരുന്ന ആ കറിയുടെ ആ ഒരു ലോകത്തേക്ക് നമ്മൾ പോകും. നമ്മുടെ ആ കുഞ്ഞിലെ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകും. അതായത് ശരിക്കും അടിപൊളി മസാലകളാണ് ഇവരുടെ. അപ്പം യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പം നമ്മൾ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുളകിട്ട മീൻകറി ഉണ്ടല്ലോ നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കണം. പക്ഷെ എൻ്റെ ഒരു മൺചട്ടിയില്ല. അപ്പം ഞാൻ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചു. ഇനി നമുക്ക് എന്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ളത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ചൂടായ അതിലേക്ക് ഒരു നുള്ള് ഉലുവ, ഉലുവയൊന്ന് ചൂടായിട്ടൊന്ന് ഉലുവ ശരിക്കും വറുത്ത് വരണേ. നമ്മുടെ ഉലുവ പാകമായി. അപ്പം ഞാൻ ഇച്ചിരി വറ്റൽമുളക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വറ്റൽമുളകും പാകമായി. ഇനി നമുക്ക് എന്തിടാം, നമ്മളുടെ വെളുത്തുള്ളി, ഇഞ്ചി.
ഓക്കെ, ഇനി ഇതിനെ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലോണം അങ്ങോട്ട് മൂക്കണം. അപ്പോൾ ഒരു മണം വരും. ആ മണമാണ് ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും മൂത്തു എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം. ആ മണം വന്നു കഴിയുമ്പോഴാണ്, പച്ചമണമൊക്കെ പോയിട്ട് ഒരു മണം വരും. ആ മണം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പൊടികളൊക്കെ ഇടുന്നത് കേട്ടോ. ഇപ്പം ദേ കണ്ടോ, ഇവരൊക്കെ നല്ല പാകമായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ശേഷം പൊടികളിട്ട് തുടങ്ങാം. അതിന് മുമ്പ് തീ ഒന്ന് കുറച്ച് വെക്കണേ. നമ്മൾ പാകത്തിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടേ. ഇനി നമ്മുടെ ഗ്രീൻ മൗണ്ടിൻ്റെ ഫിഷ് മസാല, അതും പാകത്തിന്. ഓക്കെ, എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ കുറച്ച് വയ്ക്കാൻ മറന്നു പോവല്ലേ കേട്ടോ. തുമ്മി മരിക്കും. നമ്മൾ തുമ്മണത് പിന്നെയും കുഴപ്പമില്ല. ഇവിടുത്തെ ബാക്കിയുള്ള മനുഷ്യർ തുമ്മി തുടങ്ങിക്കഴിഞ്ഞാൽ അവരിപ്പോഴും നിർത്തൂല. അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഒഴിക്കാവേ. ഇച്ചിരി മതിയാവും. ഓക്കെ, വേറെന്തോ സൗണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതും നന്നായിട്ട് മൂപ്പിക്കണേ. നന്നായിട്ട് മൂപ്പിക്കാം. അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, തീ അങ്ങോട്ട് കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചിട്ട് ഇവനെ എണ്ണ തെളിയുന്നത് വരെ ഇവനെ നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കുറുക്കി എടുക്കണം കേട്ടോ. മുളക് മൂത്തട്ടെ, തുമ്മി ഒരു കഴിക്കാൻ. ഞാനെന്താ പറഞ്ഞ, എണ്ണ തെളിയണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്ക് ഇനി എന്തായിരുന്നു, എണ്ണ തെളിയണ വരെ. അപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണിച്ചു തരാം കണ്ടോ. ഇനി നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നു കഴിഞ്ഞു. എന്താണത്, സാൽമൺ ഇടാൻ പോവാണേ. ഇവനെ ഇവിടെ വെക്കാം. അയ്യോ, നന്നായിട്ട് ഇളക്കി സാൽമൺ. ജീവിതത്തിൽ ആദ്യമായി സാൽമൺ കറി വെക്കുന്നതാണ് ഞാൻ. എന്റെ ഈശോയെ, എന്റെ സാൽമനെ കാത്തോന്നെ കർത്താവേ. ഹായ്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാൽമൺ കറി. ഞാനത് യൂട്യൂബിൽ എടുത്തിടാൻ പോവാണ്. ആരും എന്നെ കമൻ്റ് അടിച്ച് കൊല്ലരുത്. ഞാൻ ഇട്ടു. ഇനി നമുക്ക് ഇളക്കരുതെന്നാണ്, പക്ഷെ ഞാൻ ഇളക്കാം. ഓക്കെ, ഇനി ഇവനെ ഇവിടെ കിടന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാൽമൺ കറി ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണേ. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അയ്യോ, സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യമായിട്ടും വായിൽ കപ്പലോടുന്നു. ഓ, ഇത് സോഫ്റ്റാ. നല്ല നെയ്യുള്ള മീൻ. അയ്യോ, എനിക്കുണ്ടല്ലോ, ഞാൻ എക്സ്പ്രഷൻ എടുത്ത ഓവർ എക്സ്പ്രഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെ വികാരം പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഞാനാണോ വെച്ച കറി സൂപ്പർ. അതായത് പക്ഷെ എന്താ പറയുക, അയ്യോ, ഇത് നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ. കുടംപുളി ഇട്ട് വെച്ചതുകൊണ്ടേ ഇച്ചിരി കപ്പയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തുറന്നുപോയി. സൂപ്പർ.
സൂപ്പറാണേ. എന്നെപ്പോലെ സാൽമൺ കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ 2025 കഴിയാൻ പോകുന്നത്. ആഗ്രഹങ്ങളൊന്നും മാറ്റി മാറ്റി വയ്ക്കാതെ പറ്റുന്നവരൊക്കെ ഇച്ചിരിയെങ്കിലും വാങ്ങിച്ച് വെച്ച് കഴിക്കാൻ നോക്കാം. 2025 കഴിഞ്ഞില്ലേ, 2026 ടാറ്റാ.